ഷോണിൻ്റെ കൈ തൻ്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചതും നിദ്രയുടെ ശരീരം ഒന്ന് വിറച്ചു. അവൻ്റെ നെഞ്ചോട് ഇത്ര ചേർന്ന് നിൽക്കുമ്പോൾ അവൾക്ക് സ്വന്തം ഹൃദയമിടിപ്പ് പോലും വ്യക്തമായി കേൾക്കാമായിരുന്നു. അവളുടെ പല്ലുകൾ ഇപ്പോഴും അവൻ്റെ കയ്യിൽ അമർന്നിട്ടുണ്ട്, പക്ഷേ മുൻപത്തെ പോലെ ശക്തിയായല്ല. അവൻ്റെ വിരലുകൾ അവളുടെ അരക്കെട്ടിൽ മുറുകിയതും അവൾ അറിയാതെ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. ഷോണിൻ്റെ മുഖം വേദന കൊണ്ട് ചുളിഞ്ഞിരുന്നുവെങ്കിലും കണ്ണുകളിൽ വേറെയൊരു ഭാവമുണ്ടായിരുന്നു. വിട് എന്ന പോലെ അവൻ പതിയെ ചുണ്ടനക്കി. പക്ഷെ നിദ്രയ്ക്ക് അന്നേരം വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. ഷോൺ, ഫോണിൻ്റെ അപ്പുറത്ത് നിന്നും സാറയുടെ ശബ്ദം കേൾക്കാം. എന്താ ശബ്ദമൊന്നും കേൾക്കാത്തത്? ആ മമ്മി. ഷോൺ ഒന്ന് കുഴഞ്ഞു. ആ പെണ്ണ് ടേബിള് വൃത്തിയാക്കുമ്പോഴേ ഒരു സാധനം താഴെ വീണു. അത് കേട്ടതും നിദ്രയുടെ കണ്ണുകൾ പിന്നെയും കൂർത്തു. പെണ്ണോ? അവൾ മനസ്സിൽ പിറുപിറുത്തു. അടുത്ത നിമിഷം അവൾ അവൻ്റെ കയ്യിൽ വീണ്ടും ചെറുതായി കടിച്ചു. ആ! ഷോൺ വേദന കൊണ്ട് കണ്ണടച്ചു. ഷോൺ, എന്താ പറ്റിയേ? സാറയുടെ ശബ്ദത്തിൽ സംശയം നിറഞ്ഞു. ഹേയ്, ഒന്നുമില്ല മമ്മി. അവൻ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു. അത് കേട്ടതും നിദ്ര ചിരിക്കാതിരിക്കാൻ ശ്രമിച്ച് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. പക്ഷെ അവളുടെ കണ്ണുകളിൽ കുറുമ്പ് നിറഞ്ഞിരുന്നു. അവൾ ചിരിക്കാനിരിക്കുകയാണെന്ന് മനസ്സിലായതും ഷോൺ അവളുടെ വായ് പൊത്തിയിരുന്ന കൈ പതിയെ നീക്കി. പക്ഷേ അതേസമയം അവളുടെ അരയിൽ പിടിച്ചിരുന്ന കൈ കൂടുതൽ മുറുക്കി. നിദ്ര! അവൻ പല്ലുറുക്കി അവളുടെ ചെവിക്കരിയിൽ പതിയെ വിളിച്ചു. ഒരക്ഷരം മിണ്ടരുത്. ആ സ്വരം കേട്ടതും അവളുടെ ഉള്ളിലൂടെ ഒരു തരം വിറയൽ കടന്നുപോയി. എന്താ ഷോൺ, ആരോടാ നീ സംസാരിക്കുന്നേ? സാറയുടെ ചോദ്യം വീണ്ടും വന്നതും ഇരുവരും ഒന്ന് ഞെട്ടി. ഷോൺ പെട്ടെന്ന് നിദ്രയെ മുന്നിൽ നിന്ന് തിരിച്ച് തൻ്റെ നെഞ്ചോട് പിന്നിലൂടെ ചേർത്ത് പിടിച്ചു. അവൻ്റെ ചൂടേറിയ ശ്വാസം അവളുടെ കഴുത്തിൽ പതിക്കുന്നുണ്ടായിരുന്നു. ആ മമ്മി, അത് പിന്നെ ഞാനിവിടെ ബ്ലൂടൂത്തിലെ ഒരു സോങ് പ്ലേ ചെയ്തതാ. അവനെങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. നിദ്രയ്ക്കിപ്പോൾ ശരിക്കും ചിരിയടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവൾ ചിരി കടിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതും അവളുടെ തോളുകൾ ചെറുതായി കുലുങ്ങുന്നതും ഷോൺ വ്യക്തമായി അറിഞ്ഞു. ഈശോയെ, ഈ പെണ്ണ്, അവനുള്ളിൽ പറഞ്ഞു. പക്ഷേ അതേസമയം അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റണം എന്നൊരു തോന്നൽ പോലും അവനുണ്ടായിരുന്നില്ല. ആ നേരത്താണ് ഡാനിയൽ അങ്ങോട്ട് വരുന്നത്. സാറ അയാൾക്ക് ഫോൺ കൈമാറി. ഷോൺ, നീ ഇതെവിടെയാ? അത് പപ്പ, ഞാൻ ഹോസ്പിറ്റലിൽ. നേരത്തെ നീ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട്? അത് പിന്നെ പപ്പ, അപ്പോഴല്ലേ ഒരു എമർജൻസി വന്നേ. ഞാൻ അവിടെ നിന്ന് തന്നെ മടങ്ങി. ഷോൺ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. കള്ളൻ, നിദ്ര പതിയെ പറഞ്ഞു. അന്നേരം ഷോൺ അവളെ നോക്കി കണ്ണുരുട്ടി. ഷോൺ, നീ നിദ്ര മോളോട് സംസാരിച്ചോ? ആ കുട്ടിയെ സമാധാനിപ്പിച്ചായിരുന്നോ? ഡാനിയൽ പറയുന്നത് നിദ്രയ്ക്കും കേൾക്കാമായിരുന്നു. സംസാരിച്ചു പപ്പ. ഞാൻ പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പറയാതിരിക്കാൻ വയ്യ പപ്പ. പപ്പയുടെ നിദ്ര മോൾക്കേ അഹങ്കാരം ഇത്തിരി കൂടുതലാ. ഷോൺ പറയുന്നത് കേട്ടതും നിദ്ര അവനെ കൂർപ്പിച്ചു നോക്കി. ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് മനസ്സിൽ പറഞ്ഞ നിദ്ര അവനോട് ചേർന്ന് നിന്ന് അവൻ്റെ കഴുത്തിൻ്റെ ഇടതുവശത്ത് മൃദുവായി ചുംബിച്ചതും അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൾ അവൻ്റെ കഴുത്തിൻ്റെ വലതുവശത്തു കൂടി ചുംബിച്ചു. ആഹാ, അങ്ങനെയോ? അഹങ്കാരം ഉണ്ടെങ്കിലേ നീ തന്നെ കുറച്ചെടുക്ക്, ഡാനിയൽ ചിരിയോടെ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഷോണിൻ്റെ ശ്വാസം ഒന്ന് പിഴച്ചിരുന്നു. അവൻ്റെ കഴുത്തിൽ നിദ്ര തൻ്റെ ചുണ്ടുകളാൽ മൃദുവായി തഴുകിക്കൊണ്ടേയിരുന്നു. അവളുടെ കുറുമ്പ് നിറഞ്ഞ കണ്ണുകൾ മുഴുവനും അവനിലായിരുന്നു. ഹലോ ഷോൺ, കേൾക്കുന്നുണ്ടോ? ഡാനിയലിൻ്റെ ശബ്ദം വീണ്ടും ഫോണിലൂടെ വന്നു. പപ്പ കേൾക്കുന്നുണ്ട്. ഷോൺ വേഗം സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ നിദ്ര ചിരി അടക്കാൻ പറ്റാതെ അവൻ്റെ തോളിനരികിൽ മുഖമൊളിപ്പിച്ചു. എന്താണ് നിന്റെ ശബ്ദം ഇങ്ങനെ? നീ ഓക്കെ അല്ലേ? ഓക്കെ പപ്പ, അവൻ പറഞ്ഞതും നിദ്ര വീണ്ടും അവൻ്റെ കഴുത്തിനരികിൽ ചുണ്ടെന്നമർത്തി. നിദ്ര! ഷോൺ പല്ല് കടിച്ച് പതിയെ വിളിച്ചു. അവൾ നിരപരാധിയെപ്പോലെ കണ്ണു മിഴിച്ചു നോക്കി. ശേഷം അവൻ്റെ കഴുത്തിൽ തുരുതുരാ ചുംബിച്ചു. അവളുടെ ചുംബനങ്ങൾ അവനെ പൂർണ്ണമായി തളർത്തിക്കൊണ്ടിരുന്നു. ഫോണിൻ്റെ മറുവശത്ത് ഡാനിയൽ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഷോണിൻ്റെ ശ്രദ്ധ മുഴുവൻ നിദ്രയിലായിരുന്നു. അവൾ അവൻ്റെ കഴുത്തിൽ ചെറുതായി കടിച്ചപ്പോൾ അവൻ കണ്ണുകൾ മുറുക്കി പൂട്ടി. നിദ്ര, മതി.
അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. പക്ഷെ അവൾ അത് കേട്ട് കൂടുതൽ കുറുമ്പോടെ ചിരിച്ചു. അവളുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പതിയെ കളിച്ചു. ശേഷം അവൾ അവൻ്റെ ചെവിക്കരികിലേക്ക് ചുണ്ട് ചേർത്ത് പതിയെ ചുണ്ട് കാട്ടി. ഇപ്പോൾ ആരുടെ അഹങ്കാരമാണ് കുറയുന്നത്? ആ വാക്കുകൾ കേട്ടതും ഷോൺ അവളെ ഒന്ന് നോക്കി. ആ കണ്ണുകളിൽ പകുതി ദേഷ്യവും ബാക്കി മുഴുവനും പ്രണയവുമായിരുന്നു. ഷോൺ, നീ അവിടെയുണ്ടോ അതോ ഫോൺ വെച്ചോ? ഡാനിയൽ വീണ്ടും ചോദിച്ചു. ഉണ്ട് പപ്പ, ഷോൺ വേഗം മറുപടി പറഞ്ഞു. പക്ഷേ അതേ നിമിഷം നിദ്ര അവൻ്റെ കവിളിൽ പെട്ടെന്നൊരു ചുംബനം കൊടുത്തു. അവൻ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ പല്ല് കടിച്ചു. ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചുകൊണ്ട് മറ്റേ കൈയിൽ അവളെ അരികിലേക്ക് വലിച്ചിരുത്തി. ഇനി ഒന്നുകൂടി ഇതുപോലെ കാട്ടിയാൽ. അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. എന്തു ചെയ്യും? അവൾ വെല്ലുവിളി പോലെ ചോദിച്ചു. അവളുടെ ആ കുറുമ്പ് നിറഞ്ഞ ചിരി കണ്ടതും ഷോണിന് മറുപടി പോലും പറയാനായില്ല. കാരണം അവളെ കാണുമ്പോഴൊക്കെ അവൻ്റെ എല്ലാ വാക്കുകളും എവിടെയോ അപ്രത്യക്ഷമാകുന്നുണ്ടായിരുന്നു. ഞാൻ വെക്കട്ടെ പപ്പ. എങ്ങനെയൊക്കെ ഷോൺ കോൾ അവസാനിപ്പിച്ചു. ഇനിയും ഇവിടെ നിന്ന് അവൻ തന്നെ ബാക്കി വെച്ചേക്കില്ല എന്നറിയാവുന്ന അവൾ എഴുന്നേറ്റ് ഓടാൻ നോക്കിയതും അവനവളെ തൻ്റെ മടിയിലേക്ക് തന്നെ വലിച്ചിട്ടു. അവളുടെ വയറിലൂടെ വട്ടം ചുറ്റിപ്പിടിച്ചു അവളെ കൂടുതൽ അവനോട് ചേർത്തു. അവൻ്റെ നെഞ്ചിൻ്റെ ചൂട് പിന്നിലൂടെ തട്ടിയപ്പോൾ തന്നെ അവളുടെ ശ്വാസം പതറി. പുറം കഴുത്തിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ അവൻ പതിയെ വലിച്ചു മാറ്റി. ആ സ്പർശനം പോലും അവളുടെ ശരീരമാകെ ഒരു വിറയലായി പടർന്നു. ഡ്രസ്സിൻ്റെ സ്ട്രാപ്പ് തോളിൽ നിന്നും താഴേക്ക് നീങ്ങിയിരുന്നു. അവൻ ആ അനാവൃതമായ തോളിനരികിലേക്ക് ചായഞ്ഞ് മന്ദമായി ഊതിയതും അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. കണ്ണുകൾ സ്വയം അടഞ്ഞുപോയി. അവൻ്റെ താടിയും മീശയും അവളുടെ തൊലിയിൽ മുള്ളുപോലെ തഴകി നീങ്ങിയപ്പോൾ അവൾ അറിയാതെ തന്നെ അവൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. നിനക്ക് മാത്രമേ ഇതൊക്കെ പാടുള്ളൂ എന്നുണ്ടോ? അവളുടെ തോളിൽ പതിയെ തൻ്റെ ചുണ്ടുകളാൽ തഴുകിക്കൊണ്ടവൻ പറഞ്ഞപ്പോൾ നിദ്രയുടെ ശ്വാസം ഒന്ന് വിറച്ചു. ഡോക്ടറെ, അവൾ മൃദുവായി വിളിച്ചു. പക്ഷെ ആ വിളിയിൽ എതിർപ്പിനേക്കാൾ കൂടുതൽ നാണം കലർന്നിരുന്നു. അവൻ ചെറുചിരിയോട് അവളുടെ തോളിൽ മുഖം ചായച്ചു. ആ നിമിഷം അവൾ അവന് അഭിമുഖമായി തിരിഞ്ഞു. ആ നിമിഷം അവൻ്റെ നോട്ട് അവളുടെ കഴുത്തിലേക്ക് നീണ്ടു. അവൾ ധരിച്ച ഡ്രസ്സ് കഴുത്തിൽ നിന്നും സ്ഥാനം മാറി താഴേക്ക് നീങ്ങിയിട്ടുണ്ട്. അവളുടെ ക്ലീവേജ് ഇപ്പോൾ വ്യക്തമായി കാണാം. ഒരു വട്ടമേ അവൻ നോക്കിയുള്ളൂ. അവൻ തൻ്റെ കണ്ണുകൾ അവിടുന്ന് പിൻവലിച്ചു. അവളുടെ ടോപ്പ് പൊക്കി വെച്ച് ഡ്രസ്സ് നേരെ ഇട്ട് കൊടുത്തു. അവൻ്റെ പ്രവൃത്തി അവളെ ഞെട്ടിച്ചു. അവൻ്റെ കൈ അവിടെ പതിഞ്ഞതും അവളുടെ കണ്ണുകൾ താനെ അടഞ്ഞു. ഇതൊക്കെ കാണിച്ച് എന്നെ പ്രലോഭിപ്പിക്കുകയാണോ നിദ്ര കൊച്ചിൻ്റെ ഉദ്ദേശം? അങ്ങനെ പ്രലോഭനങ്ങളിലൊന്നും വീഴുന്ന ആളല്ല ഡോക്ടർ ആഷോൺ ഡാനിയൽ. അവളുടെ കാതോരത്ത് പതിഞ്ഞ അവൻ്റെ സ്വരം താഴ്ന്നതും ചൂടേറിയതുമായിരുന്നു. അവളുടെ ശ്വാസം ഒന്ന് തടഞ്ഞു. കണ്ണുകൾ അടഞ്ഞ നിലയിൽ തന്നെ അവൾ അവൻ്റെ ഷർട്ടിൽ വിരലുകളാൽ മുറുക്കി പിടിച്ചു. ആ പറച്ചിലിൽ അവൾക്കെന്തോ വല്ലായ്മ തോന്നി. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷെ ആ വാക്കുകളിൽ പോലും വിറയൽ നിറഞ്ഞിരുന്നു. ഒപ്പം കണ്ണ് നിറഞ്ഞു വന്നിട്ടുണ്ട്. ഓ, എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ കരഞ്ഞേക്കണം. അവളുടെ കണ്ണ് നിറയുന്നത് കണ്ട് അവൻ പറഞ്ഞു. സത്യമായിട്ടും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. അറിയാതെയാ ഞാനേ ഈ ഡ്രസ്സ് മാറിയിട്ട് വരാം. അതും പറഞ്ഞ് അവൾ അവനിൽ നിന്നും അടർന്നു മാറാൻ ഒരുങ്ങവേ അവൻ അവളെ പിടിച്ചിരുത്തി. ഇപ്പോൾ ഈ ഡ്രസ്സ് മാറാൻ ഞാൻ പറഞ്ഞു. അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. പറഞ്ഞോന്ന് അവൻ തൻ്റെ ചോദ്യം ആവർത്തിച്ചു. ഇല്ലെന്ന പോലെ അവൾ തലയനക്കി. നിന്നെ ഈ ഡ്രസ്സിൽ കാണാനേ എനിക്കും ശരിക്കും ഇഷ്ടമാണ്. നീ ഇത് ധരിക്കുന്നതേ എനിക്ക് കാണാൻ വേണ്ടി മാത്രമായിരിക്കണം. മറ്റുള്ളവർ നിന്നെ ഈ ഡ്രസ്സിൽ കാണുന്നതേ എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത് ഇടേണ്ടെന്ന് പറഞ്ഞത്. നിനക്കിടാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. നമ്മുടെ വിവാഹം കഴിഞ്ഞേ നമ്മുടെ ബെഡ്റൂമിൽ നിന്നിട്ടോ. അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്ത് അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി മാടി ഒതുക്കിക്കൊണ്ടവൻ പറഞ്ഞു. അവൻ്റെ പറച്ചിൽ അവളെ ശരിക്കും ഞെട്ടിച്ചു. എന്താ ഇപ്പോൾ പറഞ്ഞേ? അവൾ വിശ്വാസം വരാത്ത മട്ടിൽ കണ്ണ് നിറച്ച് അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെങ്ങനെ എപ്പോഴെപ്പോഴൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ കേൾക്കണമായിരുന്നു. അവളുടെ മൂക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. അപ്പോൾ
എന്നെ ഇഷ്ടാ? നിന്നെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുക? അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് കൂടെ അലഞ്ഞു നടന്നു. എനിക്ക് എനിക്ക് മറ്റുള്ളവരുടെ കാര്യമൊന്നും അറിയണ്ട. ഡോക്ടർക്ക് എന്നെ ഇഷ്ടമാണ്, അത് പറ. ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്ന് കുത്തിയിരിക്കുമോ? ഇന്നലെ രാത്രിയിൽ കരയുന്നത് കേട്ടപ്പോൾ ശരിക്കും വേദന തോന്നി. അതാ ഇപ്പം തന്നെ വന്നേ. പപ്പയുടെ മുന്നിൽ വിവാഹത്തിന് സമ്മതം മൂളിയത് മുതൽ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. പപ്പയ്ക്ക് വാക്ക് കൊടുത്തതാ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്നും. ദൈവത്തിന് മുന്നിൽ നിന്ന് മോതിരം അണിയിച്ചപ്പോൾ നിനക്കുള്ള സ്ഥാനം എൻ്റെ ഈ ഹൃദയത്തിൽ ഉറപ്പിച്ചതാ. ഇതൊന്നും ഇപ്പോൾ പറയാൻ വിചാരിച്ചതല്ല. ഇപ്പോൾ ഈ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ പറയാതിരിക്കാനും പറ്റിയില്ല. പക്ഷേ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് മാത്രമേ ഞാൻ എൻ്റെ പ്രണയം മുഴുവനായി നിനക്ക് പകുത്ത് നൽകുള്ളൂ. എനിക്ക് നമ്മുടെ ആദ്യ രാത്രിയെക്കുറിച്ച് കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. പൊന്നുമോള് അത് നശിപ്പിക്കരുത്. അതുവരെ എൻ്റെ കൊച്ചൊന്ന് ക്ഷമിക്ക്. അതും പറഞ്ഞ് അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. നിദ്രക്ക് അതൊക്കെ കേട്ടപ്പോൾ സന്തോഷവും നാണവും ചമ്മലും ഒരുമിച്ച് വന്നു. അവന് മുഖം കൊടുക്കാതെ അടുക്കളയിൽ ചെന്നു മാഗിയും ചായയുമായി തിരികെ വന്നു. ഇരുവരും TV നോക്കിക്കൊണ്ട് അത് കഴിച്ചു. നല്ല റൊമാൻറ്റിക് മൂവി കാണുകയാണ് ഇരുവരും. അതിനിടയിൽ പട്ടി കുരച്ചതും അവൾ അവനോട് ഒട്ടിച്ചേർന്നിരുന്നു. എന്നാ പിന്നെ ഈ മടിയിലങ്ങ് കയറിയിരിക്ക് പേടിത്തൊണ്ടി, ഷോൺ അല്പം കടുപ്പിച്ച് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം അവൾ അവൻ്റെ മടിയിൽ കയറിയിരുന്നു. നിദ്ര എന്തായി കാണിക്കുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നീ മറന്നോ? ഞാനൊന്ന് അടുത്തിരുന്നെന്ന് വെച്ചേ ഇയാളുടെ ആദ്യ രാത്രിക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല. അല്ലേലും ആദ്യ രാത്രി എന്ന് പറയുമ്പോഴേ ഇത് മാത്രമൊന്നും അല്ലല്ലോ. അവൾ ഫ്ലോയിലങ്ങ് പറഞ്ഞതാണ്. പിന്നെന്താ ഈ ആദ്യ രാത്രി? പറയടോ, ഞാനും കൂടി അറിയട്ടെ. അവനിലും കുറുമ്പ് നിറഞ്ഞു. അത് പിന്നെ ഡോക്ടർ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അവൾക്ക് എന്ത് പറയണം എന്നറിയാതെയായി. സിനിമയിൽ എന്ത് കണ്ടിട്ടില്ലേന്ന്? ഞാൻ കണ്ടിട്ടില്ല, ഷോൺ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ നിദ്ര വിക്കി തുടങ്ങി. അവൾ ശരിക്കും പെട്ടു. അത് പിന്നെ പറ നിദ്ര. അത് പിന്നെ പോരട്ടെ, എനിക്ക് ഇങ്ങനെ കേൾക്കാൻ മുട്ടിയിട്ട് വയ്യ. പോടുന്നു, എനിക്കൊന്നും അറിയില്ല. നിദ്ര നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. എന്നാ ഞാൻ പറയട്ടെ ആദ്യ രാത്രി എന്താണെന്ന്? അല്ലെങ്കിൽ വേണ്ട, കാണിച്ചു തരാം. ഈ ഹാളെ നമുക്ക് മണിയറയാക്കിയാലോ? അവളുടെ കാതോരം സ്വകാര്യം പോലെ അവൻ പറഞ്ഞു. നിദ്ര ഒന്ന് വിറച്ചു പോയിരുന്നു. ഞാൻ കാണിച്ചു തരട്ടെ. അവൻ്റെ ശബ്ദം ശ്വാസക്കാറ്റായി കാതോരം പതിഞ്ഞതും നിദ്രയുടെ ഹൃദയം ഒന്ന് വിറച്ചു. അവളുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി പിടിച്ചു. മുഖം ഇപ്പോഴും അവൻ്റെ നെഞ്ചിൽ തന്നെയായിരുന്നു. ഡോക്ടറെ, അവൾ പതിയെ വിളിച്ചു. ആ ശബ്ദത്തിൽ നാണവും ചെറിയൊരു പേടിയും കലർന്നിരുന്നു. എന്താ ഇപ്പോഴേ ധൈര്യമൊക്കെയും ചോർന്നു പോയോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അവൾ തല ഉയർത്താതെ മറുപടി പറഞ്ഞു. പക്ഷേ കുറച്ചു മുൻപ് വലിയ ഡയലോഗായിരുന്നല്ലോ. ആദ്യ രാത്രി ഇത് മാത്രമല്ല എന്നൊക്കെയും പറഞ്ഞ് അവൻ അവളെ വീണ്ടും കളിയാക്കി. നിദ്ര ഉടനെ അവൻ്റെ നെഞ്ചിൽ ചെറുതായി അടിച്ചു. ഡോക്ടറെ, എന്നെ ഇങ്ങനെ കളിയാക്കണ്ട. അപ്പോൾ പറഞ്ഞതാ ആദ്യ രാത്രി എന്തൊക്കെയാണ്? അവൻ മനഃപൂർവ്വം വീണ്ടും ചോദിച്ചു. അവൾ പതിയെ തല ഉയർത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ മുഴുവനും കുറുമ്പ് മാത്രം കണ്ടതും അവൾക്ക് വീണ്ടും നാണം വന്നു. ആദ്യ രാത്രി അവൾ വാക്കുകൾ തേടി നിർത്തി. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കും, സ്വപ്നങ്ങൾ പറയും. പിന്നെ അവൻ അവളുടെ കാതോരം അടുക്കി ചോദിച്ചു. പിന്നെ അവൾ ചിരിച്ചുകൊണ്ട് കണ്ണുകൾ പൂട്ടി. ഇങ്ങനെ ഒരാളെ കളിയാക്കും. ഷോൺ പൊട്ടിച്ചിരിച്ചു. ഞാനേ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു. ഇതൊക്കെയാണല്ലേ ആദ്യ രാത്രി? പോടാ. നിദ്ര ചുണ്ടു കൂർപ്പിച്ചു. അവൻ അവളുടെ താടിയിൽ വിരൽ തൊട്ട് മുഖമുയർത്തി. ഈ സിനിമകളിലൊക്കെയും കാണുന്നതിനേക്കാളും സുന്ദരമാണിത്. എന്ത്? ഒന്നും അറിയാത്ത മട്ടിൽ അവൾ ചോദിച്ചു. ഇങ്ങനെ നാണിച്ച് എൻ്റെ നെഞ്ചിൽ ഒളിച്ചു നിൽക്കുന്ന നീ. അവൻ്റെ വാക്കുകൾ കേട്ടതും നിദ്രയുടെ കവിളുകൾ വീണ്ടും ചുവന്നു. അവൾ മറുപടി പറയാതെ വീണ്ടും അവനോട് ചേർന്ന് നിന്നു. അവളുടെ ശ്വാസം പോലെ അവന് വ്യക്തമായി കേൾക്കാമായിരുന്നു. അത്രയും അടുത്ത്, അത്രയും സ്വന്തം പോലെ. ഷോൺ പതിയെ അവളുടെ മുടിയിഴകൾ വിരലുകളാൽ കോർത്തു. നിദ്ര,
ഉം. അവൻ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച് തന്നെ മറുപടി പറഞ്ഞു. ഇങ്ങനെ നിൽക്കുമ്പോഴേ സമയം പോകുന്നത് അറിയുന്നില്ല. അവൾ ചെറുതായി ചിരിച്ചു. ഡോക്ടർക്ക് ഇത്രയും റൊമാൻറ്റിക് ഡയലോഗ് പറയാനൊക്കെയും അറിയോ അല്ലേ? ഞാനെന്താ വെറും സീരിയസ് ഡോക്ടറാണെന്ന് നീ വിചാരിച്ചോ? ചെറുതായി, അവൾ കുറുമ്പോടെ പറഞ്ഞു. അവനുടനെ അവളെ തൻ്റെ നെഞ്ചിൽ നിന്ന് അടർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഞാൻ ഇംപ്രസ് ചെയ്യേണ്ടി വരും. അയ്യോ വേണ്ടേ, അവൾ ചിരിച്ച് തലകുലുക്കി. ഇപ്പം തന്നെ കുറച്ച് കൂടുതലായി ഇംപ്രസ് ആയിപ്പോയി. ആഹാ, അത് സമ്മതിച്ചല്ലോ. അവൻ്റെ പറച്ചിൽ കേട്ട് നിദ്ര വീണ്ടും നാണിച്ചു. അവൻ്റെ കണ്ണിലോട്ട് നേരെ നോക്കാൻ പോലും അവൾക്ക് പറ്റുന്നില്ലായിരുന്നു. അത് മനസ്സിലായതുപോലെ ഷോൺ പതിയെ ചോദിച്ചു, നിനക്ക് ഈ നാണമൊക്കെയും എവിടെ നിന്ന് വരുന്നു? നിങ്ങളാണ് കാരണം, അവൾ വളരെ മൃദുവായി പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ പതിയെ അവളുടെ മുഖത്തുകൂടെ അലഞ്ഞു നടന്നു. അവളുടെ നെറ്റിയിലൂടെ, പിടയ്ക്കുന്ന കൺപീലികളിലൂടെ, ചുവന്ന കവിളുകളിലൂടെ. ഒടുവിൽ അത് അവളുടെ അതരങ്ങളിൽ എത്തി നിന്നു. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവളുടെ ശ്വാസം ഒന്ന് പിടഞ്ഞു. അറിയാതെ തന്നെ അവളുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അവൻ്റെ അതരങ്ങൾ അവളുടെ അതരങ്ങളെ ലക്ഷ്യം വെച്ച് നീങ്ങി. അവരുടെ ഇടയിലകലം ഓരോ നിമിഷവും കുറഞ്ഞുകൊണ്ടേയിരുന്നു. നിദ്രയുടെ ഹൃദയം നെഞ്ചിനുള്ളിൽ നിയന്ത്രണം വിട്ടുപിടിച്ചു. അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് പതിയുമ്പോൾ തന്നെ അവളുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞു. അവൻ്റെ ഷർട്ടിൽ പിടിച്ചിരുന്ന അവളുടെ വിരലുകൾ ഇനിയും മുറുകി. ഡോക്ടറെ, അവൾ വിറയാർന്ന ശബ്ദത്തിൽ വിളിച്ചു. ആ വിളിയിൽ പ്രണയവും നാണവും എല്ലാം കലർന്നിരുന്നു. അവനൊരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. പിന്നെ വളരെ മൃദുവായി തൻ്റെ നെറ്റി അവളുടെ നെറ്റിയോട് ചേർത്തു. ഇത്രയും പേടിയാണോ? അവൻ ചിരിയോടെ ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. പകരം അവൻ്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. ഡോക്ടർ, ആ വിളി ഇനി വേണ്ട, അവൻ പറഞ്ഞു. പിന്നെന്താ ഞാൻ വിളിക്കുക? ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ കെട്ടിയോമാരെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? എന്താ അത്? ഇച്ചായൻ. എന്നാ ഒന്ന് വിളിച്ചേ. അവൾ നാണത്തോടെ ഇല്ലെന്ന് തലയനക്കി. അവളുടെ കവിളുകൾ നാണത്തിൽ ചുവന്നു. ഇച്ചായൻ. ആ വാക്ക് കേട്ടതും അവൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം തെളിഞ്ഞു. എന്നാ ഒന്ന് വിളിച്ചേ. ഇല്ല. അവൾ നാണത്തോടെ തലയനക്കി. അവളുടെ മുഖം മുഴുവനും ചുവന്നിരുന്നു. നിദ്ര, അവൻ മൃദുവായി വിളിച്ചു. ഒരു തവണ എനിക്ക് വേണ്ടി. അവൾ അവൻ്റെ ഷർട്ടിൽ വിരലുകൾ കോർത്ത് പിടിച്ചപ്പോൾ ഹൃദയം മുഴുവനും വിറയുന്ന പോലെ. അല്പനേരം കഴിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചുകൊണ്ട് വളരെ പതിയെ വിളിച്ചു. ഇച്ചായ. ആ ഒരു വിളിയിൽ തന്നെ ഷോണിൻ്റെ മുഖത്തെ ചിരി കൂടുതൽ ആഴമേറി. അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് കണ്ണുകൾ പൂട്ടി. അവൻ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് നൽകുന്ന ആദ്യ സ്നേഹചുംബനം. അവളുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൽ കൂടുതൽ മുറുകി. കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ ആ സ്പർശം ഹൃദയത്തിനുള്ളിൽ സൂക്ഷിച്ചു. ജീവിതം മുഴുവൻ ഓർത്തു വെക്കാൻ ഒരു നിമിഷമായി. അതിനിടയിൽ പുറത്തു നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടതും നിദ്ര ഒരു തരം ഭയത്തോടെ ഷോണിനോട് ചേർന്ന് നിന്നു. ഷോൺ അവളെ സമാധാനിപ്പിച്ചിരുത്തി. ടോർച്ചുമായി പുറത്തൊക്കെ നോക്കിയതും ആരോ മതിൽ ചാടുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ മുഖം വ്യക്തമല്ലായിരുന്നു. ഡോക്ടറെ, ഒന്നിങ്ങ് വരൂ, എനിക്ക് പേടിയാവുന്നു. അകത്ത് നിന്നും നിദ്ര വിളിക്കുന്നുണ്ട്. അവൻ അകത്ത് ചെന്ന് ഡോറും അടച്ചു കുറ്റിയിട്ടു. അവൾ പേടിക്കണ്ടെന്ന് കരുതി അതൊരു പട്ടിയായിരുന്നു എന്ന് കള്ളം പറഞ്ഞു. ഇരുവരും സിനിമ കാണൽ തുടർന്നു. അല്പസമയം കഴിഞ്ഞ് അവളുടെ തല പതിയെ അവൻ്റെ തോളിലേക്ക് വീണു. മൃദുവായ മുടിയിഴകൾ അവൻ്റെ കഴുത്തിൽ തഴുകിയപ്പോൾ അവൻ സ്ക്രീനിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റി അവളിലേക്ക് നോക്കി. ഉറക്കത്തിൻ്റെ ശാന്തത നിറഞ്ഞ ആ മുഖം കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു ചെറുചിരി വിരിഞ്ഞു. അവൻ TV ഓഫ് ചെയ്തു. അവളെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു. അവളെ ബെഡിൽ പതിയെ കിടത്തിയതും ഷോൺ ഒരു നിമിഷം അവളെ നോക്കി നിന്നു. ഉറക്കത്തിൻ്റെ ശാന്തതയിൽ അവളുടെ മുഖം കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായിരുന്നു. ഫാനിൻ്റെ കാറ്റിൽ അവളുടെ ഫ്രോക്കിൻ്റെ അറ്റം ഒന്ന് പൊങ്ങിയപ്പോൾ അവൻ്റെ കണ്ണുകൾ അറിയാതെ അവിടേക്ക് നീണ്ടു. ഒരു നിമിഷം അവൻ്റെ ശ്വാസം പോലും മന്ദമായി. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൻ കണ്ണുകൾ പൂട്ടി. അവൻ്റെ വിരലുകൾ പതിയെ നീങ്ങി ഫ്രോക്ക് ശരിയാക്കി ഒരു പുതപ്പെടുത്ത് നന്നായി അവളെ പുതപ്പിച്ചു. നിദ്ര. അവളുടെ തൊട്ടരികിൽ കിടന്നുകൊണ്ട് അവൻ പതുക്കെ വിളിച്ചു. അവൾ മറുപടിയായി എന്തോ പിറുപിറുത്ത് തലയിണയിലേക്ക് മുഖം ചേർത്ത് കിടന്നു. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്
ഓരോ കാരണങ്ങൾ പറഞ്ഞ് തൻ്റെ ഒ പി റൂമിൽ കയറി ഇറങ്ങിയ ആ കുറുമ്പി പെണ്ണിനെയാണ് അന്ന് എന്തൊക്കെയോ പറഞ്ഞ് പലതവണ ആട്ടി ഇറക്കിയിട്ടുണ്ട്. അതേ പെണ്ണ് തൻ്റെ തൊട്ടരികിൽ തന്നോട് ചേർന്ന് കിടക്കുന്നു. അവൻ്റെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി മുട്ടിട്ടു. അതിനിടയിൽ നേരത്തെ മതിൽ ചാടിയത് ആരായിരിക്കും എന്ന ചിന്തകൾ കൂടി അവനിലൂടെ കടന്നുപോയി. ഇനിയിപ്പോൾ സനീഷ് തന്നെ ആയിരിക്കോ? അങ്ങനെ ചിന്തിക്കാതിരിക്കാനായില്ല. ഓരോന്ന് ഓർത്തുകൊണ്ട് അവനും അറിയാതെ ഉറങ്ങിപ്പോയി. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് നിദ്ര ഉണരുന്നത്. തൻ്റെ അരികിൽ കിടന്നിറങ്ങുന്ന ഷോണിനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു. തലേന്ന് രാത്രി തങ്ങൾ ഇരുവരും ഒരുമിച്ചാണ് കിടന്നത് എന്നോർത്തപ്പോൾ അവളുടെ മുഖം ചുവന്നു തുടുത്തു. ചമ്മൽ പുറത്ത് കാണിക്കാതെ ഷോണും പിന്നാലെ ചെന്നു. തനിക്കിത്തിരി ധൃതിയുണ്ടെന്നും പറഞ്ഞ് ഷോൺ അപ്പം തന്നെ അവിടെ നിന്ന് മടങ്ങി. വീട്ടിലേക്കുള്ള യാത്രയിൽ ഷോണിൻ്റെ മനസ്സ് നിറയെ തലേ ദിവസം രാത്രിയിലെ കാര്യങ്ങളായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് നിദ്രയെ കൂടുതൽ അറിയാൻ പറ്റിയതുപോലെ അവളുടെ ആ കുറുമ്പ് നിറഞ്ഞ മുഖം അവൻ്റെ മനസ്സിൽ പിന്നെയും തെളിഞ്ഞു. വീട്ടിലെത്തിയ ഷോൺ തൻ്റെ മുറിയിൽ ചെന്ന് ഡ്രസ്സ് മാറി പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ചു ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അന്ന് ഷോണിന് ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. നിദ്രയൊന്ന് വിളിക്കാൻ പോലും സമയം കിട്ടിയില്ല. രാത്രിയിലേറെ വൈകി വീട്ടിൽ വന്നതുകൊണ്ട് അവൾ ഉറങ്ങുന്നുണ്ടാവും എന്ന് കരുതി അവൻ വിളിച്ചതുമില്ല. പിറ്റേന്ന് ഷോൺ രോഗിയെ പരിശോധിക്കുന്ന നേരത്താണ് നിദ്ര വിളിക്കുന്നത്. താനിപ്പോൾ ബിസിയാണെന്ന് പറഞ്ഞവൻ കോൾ കട്ട് ചെയ്തു. അവൾ പിന്നെയും വിളിച്ചുകൊണ്ടേയിരുന്നു. ഷോൺ കട്ട് ചെയ്യുമ്പോഴൊക്കെ അവൾ പിന്നെയും വിളിക്കും. സഹികെട്ട ഷോൺ ദേഷ്യത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത്തിരി സ്വാതന്ത്ര്യം തന്നപ്പോൾ തലയിൽ കയറുന്നോ ഇഡിയറ്റ്? നിദ്രയുടെ കൂട്ടുകാരികൾ ഒരുക്കിയ ബ്രൈഡ് ടു ബി പാർട്ടിക്കിടയിലാണ് അവൾ കോൾ ചെയ്തത്. അവനുമായി ഒരു വീഡിയോ കോൾ, അതായിരുന്നു ആ വിളിക്ക് പിന്നിൽ. അതും കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം. ആ നേരത്തെ ഫോൺ സ്പീക്കർ മോഡിലായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടം തോന്നി. അവളുടെ മൂഡ് പോവാതിരിക്കാൻ വേണ്ടി അഭി അവളെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു.